ഈ ഒരു ചെടിയിലുണ്ടല്ലോ ഒരുപാട് ചിത്രശലഭങ്ങൾ വന്നിരിക്കും. ഒരുപാടെന്ന് പറഞ്ഞാൽ ആ ഇല എത്രയുണ്ടോ അത്രയും ചിത്രശലഭം വന്നിരിക്കുന്ന ഒരു ചെടിയാണിത്. പക്ഷേ ഇപ്പോൾ ഇത്തിരി കുറവാണ്, കാരണം നല്ല വെയിലും ഒക്കെ ആയതുകൊണ്ട് ചിത്രശലഭം ഇപ്പോൾ കുറവാണ്. പക്ഷേ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചിത്രശലഭം ഇതിലുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പം ഞങ്ങളിതിന് പറയും പടക്കം, അങ്ങനെയൊക്കെ ഞങ്ങളിതിനെ വിളിക്കാറുണ്ട്. ഇതിനൊരു പേരുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, മറന്നുപോയി. ഞങ്ങളിതിനെ പടക്കമെന്ന് വിളിക്കും. കാരണം ഇത് ഇങ്ങനെ പടക്കത്തിൻ്റെ ഒരു മോഡലാണ്. അതിങ്ങനെ ഞെക്കുമ്പോൾ സൗണ്ട് കേൾക്കും. ഇങ്ങനത്തെ ഉണങ്ങിയത് പറിച്ച് നന്നായിട്ട് ഉണങ്ങി കഴിയുന്നത് ഇങ്ങനെ എന്താ പറയുന്നത്, കിലുക്കുമ്പോൾ കൊലുസൊക്കെ കിലുങ്ങുന്ന മാതിരിയുള്ള കിലുക്കങ്ങളുണ്ട്. ഞങ്ങൾ ചെറുതിലെ അതിങ്ങനെ അന്നൊന്നും കൊലുസ് മേടിക്കാനുള്ള പൈസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ നൂലേൽ ഇതിങ്ങനെ കെട്ടിയിട്ട് കാലേ കെട്ടിയിട്ട് നടന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ കിലുകിലെന്നും പറഞ്ഞുകൊണ്ട് സൗണ്ട് കേൾക്കും. അതിൻ്റെ ആ അകത്തുള്ള അരി ഉണങ്ങി ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നതാണ്. ഇതിപ്പോൾ കാണാനില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു ചെടി. പക്ഷേ ഞാൻ ഇതുവഴി വന്നപ്പോൾ ഈ ചിത്രശലഭം ഇതിലിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാനൊന്ന് നോക്കിയതാണ്. അന്നേരമാണ് ഇവിടുത്തെ അമ്മ പറയുന്നത് ഇതിൽ നിറച്ച് ചിത്രശലഭം വന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് ചില ദിവസങ്ങളിലൊക്കെയാണ് ഒരുപാട് ചിത്രശലഭം ആ ഇലയുടെ അത്രയൊക്കെ ഉണ്ട്, അത്രയൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നിരിക്കും. ഭയങ്കര രസമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വന്നപ്പോഴത്തേന് ഇത്രയൊക്കെ ഉള്ളൂ, എന്നാലും എനിക്കൊരു ഭംഗിയായിട്ട് തോന്നി. അതിൻ്റെ പൂവിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതുവഴി പോയെന്ന് പറയുന്നത് ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചാൽ മൂവാറ്റുപുഴ അമ്പലപ്പടി എന്ന് പറയും. അപ്പം ഞാൻ ഇതുവഴി പോയപ്പോൾ ഈ ചിത്രശലഭം എല്ലാം കൂടി ഇതിൽ കിടന്ന് പറക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നിയിട്ടോ. അന്നേരം ആ വീട്ടിൽ കയറി വീഡിയോ എടുത്താണ്. പിടിക്കാനായിട്ട് ഞാൻ ചെന്നതാണ്, പക്ഷേ പിടുത്തം തന്നില്ല, പറന്നുപോയി. അപ്പം ടാറ്റാ.